الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ പ്രപഞ്ചനാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം വിമലീകരിക്കുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അമ്പിയാക്കളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ്, അതിലെ സുപ്രധാനമായ ചില മേഖലകളിലൂടെയാണ് കഴിഞ്ഞ ഖുതുബയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വിഷയമാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്ത്, പ്രബോധനം. 3 ഭാഗങ്ങളായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിനെ നമുക്ക് തിരിക്കാം. 3 മർഹലകളിൽ ഒന്നാമത്തെ മർഹല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെറുപ്പത്തിൽ തന്നെ കൃത്യമായ മാർഗദർശനം നൽകിയതിനാൽ
കൃത്യമായ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകിയതിനാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് ആരംഭിക്കുന്നത് അവിടുത്തെ കുടുംബത്തിൽ നിന്നാണ്. ഏതൊരു സത്യവിശ്വാസിയും അവനറിഞ്ഞ സത്യം തുടങ്ങേണ്ടത് തന്റെ കുടുംബത്തിൽ നിന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യമായ ഉസ്വത്താണ് പിൻപറ്റേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തനിക്ക് കിട്ടിയ വിവരം നാട്ടിലുള്ള ആളുകളോടൊക്കെ പറയുന്നതിന് മുമ്പായി ആരംഭിച്ചത് കുടുംബത്തിൽ നിന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ആവശ്യപ്പെട്ടതും അതാണ്. വഅൻദിർ അശീറതകൽ അഖറബീൻ. നബിയെ, നിന്റെ അടുത്ത കുടുംബത്തിന് നീ മുന്നറിയിപ്പ് കൊടുക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പന സ്വീകരിക്കുകയും അവിടുന്ന് ദഅവത്ത് ആരംഭിച്ച തന്റെ കുടുംബത്തിൽ നിന്നായിരുന്നു. തന്റെ കുടുംബത്തിലെ ഓരോ കുടുംബ ആളുകളെയും വിളിച്ച് തന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകൾ ഫാത്തിമയെ പ്രത്യേകം എടുത്തു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് ആരംഭിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയത് അങ്ങനെയാണ്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അല്ലയോ എന്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ ദഅവത്തിന്റെ തുടക്കം. തന്റെ പിതാവിനോടുള്ള സംഭാഷണമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങുന്നത്. അവിടെ മാത്രമല്ല, ജീവിതത്തിലുടനീളം തന്റെ കുട്ടികൾക്കും തന്റെ കുടുംബത്തിനും കൃത്യമായ മാർഗദർശനം പകർന്നു നൽകുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പരിശുദ്ധ ഖുർആനിൽ കാണാം, വവസ്സാ ബിഹാ ഇബ്രാഹീമ ബനീഹി വയഖൂബ് യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന فلا تموتن إلا وأنتم مسلمون. ووصى بها إبراهيم بنيه ويعقوب. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിയും തന്റെ മക്കളോട്, തങ്ങളുടെ മക്കളോട് ഈ കീഴ്വണക്കം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അവർ പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന, ഈ മതം അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിരിക്കുകയാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സമ്പൂർണ്ണമായി കീഴടങ്ങുന്നവരായിട്ടല്ലാതെ, അഥവാ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത്, മരിച്ചു പോകാനോ ഇടവരരുത് എന്ന് ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തന്റെ സന്താനങ്ങളോട് വസിയത്ത് നൽകി, ഉപദേശം നൽകിയെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആയിലും ഈ ഒരു പ്രയോഗം നമുക്ക് കാണാം. വജനബനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ സന്താനങ്ങളെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് നീ ഞങ്ങളെ അകത്ത് നിർത്തുകയും ചെയ്യണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് തുടങ്ങിയത് കുടുംബത്തിൽ നിന്നാണ്. ആ ഉസ്ലൂബ്, ആ ദഅവത്തിന്റെ രീതിശാസ്ത്രം, ആ ദഅവത്തിന്റെ പ്രധാനപ്പെട്ട മേഖല സത്യവിശ്വാസികൾ പിന്തുടരേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് നടത്തുന്ന കൃത്യമായ ആദർശത്തിന്റെ പ്രഖ്യാപനം, പിതാവിനെ ക്ഷണിച്ചുകൊണ്ട് പറയുന്ന സുന്ദരമായ വചനങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ 41 മുതൽ 48 വരെ ആയത്തുകളിൽ വിശാലമായി വിശദീകരിച്ചത് കാണാം. كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن
الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ്. ദൈവത്തെ കാര്യത്തിൽ കൃത്യമായി പഠിച്ചു വെക്കേണ്ടുന്ന സുന്ദരമായ ഒരു പാഠമാണ്. തന്റെ പിതാവാരാണ്? ആസർ. ആ പിതാവാവട്ടെ വിഗ്രഹാരാധകൻ എന്ന് മാത്രമല്ല, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നിർമ്മിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു വ്യാപാരി കൂടിയായിരുന്നു. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അതിനെ വിളിച്ച് തേടുകയും ചെയ്യുന്ന സ്വന്തം പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശപരമായ വിയോജിപ്പുണ്ടെങ്കിലും പിതാവിനെ ചീത്ത വിളിക്കാനോ ശകാരിക്കാനോ പിതാവിന്റെ മേലെ വെക്കിട്ട് കയറാനോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിച്ചിട്ടില്ല. ദൈവത്തിന്റെ രീതിശാസ്ത്രം പഠിക്കണം ഇബ്രാഹിം നബിയിൽ നിന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക, സ്മരിക്കുക. ഇന്നഹു കാന സദ്ദീഖൻ നബിയ്യ. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. ഇത് ഖാല ലി അബീഹി. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബതി, യാ അബതി, അല്ലയോ എന്റെ പൊന്നു പിതാവേ, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ. എത്ര സുന്ദരമായ ലളിതമായ വാത്സല്യമൂറുന്ന മധുരിതമായ പ്രഖ്യാപനമാണ്, പ്രയോഗമാണത്. അല്ലയോ എന്റെ പുന്നാര ഉപ്പ. ഉപ്പാനെ വിളിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപ്പ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? അതെ, നിങ്ങൾ ആരാധിക്കുന്ന വസ്തു മാ ലാ യസ്മഉ വലാ യുബ്സിർ, കാണാത്ത കേൾക്കാത്ത, വലാ യുഗ്നി അൻക ശൈആ. ഉപ്പ, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവിനെയാണോ, അതിനെയാണോ ഉപ്പ നിങ്ങൾ വിളിച്ചു തേടുന്നത്? അതിനെയാണോ ഉപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? എന്തൊരു വ്യക്തിത്വമാണ് ഉപ്പ നിങ്ങൾ ചെയ്തു കളയുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കാൻ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമാണ്. റുബൂബിയ്യത്തിന്റെ, ഇലാഹിയത്തിന്റെ ഒരു ഗുണങ്ങളുമില്ലാത്തതിനെയാണോ ഉപ്പ നിങ്ങൾ ഈ വിളിച്ചു തേടുന്നത്? എന്തൊരു മൗഢ്യമാണ്! പ്രിയപ്പെട്ട പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും. അപ്പൊ സ്വാഭാവികമായ ഒരു വിഷയം ഉണ്ടാകും. ജനറേഷൻ ഗ്യാപ്പ് ഒരു വിഷയം തന്നെയാണ്. പിതാവും മകനും തമ്മിലുള്ള അന്തരം ഒരു വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിതാവ് കണ്ടതെല്ലാം മകൻ കണ്ടിട്ടുണ്ടാവില്ല. പിതാവിന്റെ പ്രായമല്ല മകന്റെ പ്രായം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജനറേഷൻ ഗ്യാപ്പ് വർക്ക് ചെയ്യാൻ ഇടയുണ്ട്. ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ പിതാവ് ചോദിക്കാം, എന്താടാ, ഞാനൊക്കെ എത്ര കാലം ഇവിടെ ജീവിച്ചവരാണ്, എന്റെ കാലത്ത് എത്ര ആളുകളെ കേട്ടവരാണ്, എന്തൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന ഉപ്പയുടെ ചോദ്യം സ്വാഭാവികമാണ്. അതാ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ വർത്തമാനം, യാ അബതി, എന്റെ പുന്നാര ഉപ്പ, ഇന്നീ ഖദ് ജാഅനീ മിനൽ ഇൽമി മാ ലം യഅതിക്. ഉപ്പ, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉപ്പ, നിങ്ങൾക്കില്ലാത്ത ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒരു മേഖല എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തബിഉനീ, ഉപ്പ നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യൂ. അഹ്ദിക സിറാത്തൻ സവിയ്യാ, നേരായ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകാം. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ് ഈ പാഠം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ കൃത്യമായ മേഖലകൾ തിരിച്ചറിഞ്ഞ ഒരു മകൻ ഉപ്പയോട് വന്നിട്ട് പറയാണ്, ഉപ്പ, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു. കാണാത്ത കേൾക്കാത്ത അറിയാത്ത ഏതൊക്കെയോ ശവകുടീരങ്ങളിൽ കിടക്കുന്ന ആളുകളെ വിളിച്ച്
അല്ലെങ്കിൽ കല്ലിനെയും മരത്തിനെയും മറ്റുള്ളതിനെയും ഒക്കെ വിളിച്ച് നിങ്ങൾ തേടുമ്പോ എന്റെ പുന്നാര ഉപ്പ എന്തൊരു പണിയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായി ഉപ്പാടെ മറുപടി അതാണ്, ഞാൻ എത്ര പണ്ഡിതന്മാരെ കേട്ടിട്ടുണ്ട്, ഞാൻ എത്ര വാഴ കേട്ടിട്ടുണ്ട്, ഞാൻ എത്ര വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്ര കാലം കഴിഞ്ഞു, ഇപ്പോഴാണോ നീ ഇത് വന്ന് പറയുന്നത്? അവിടെയാണ് പ്രയോഗം. ഉപ്പാ ഉപ്പാ എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കില്ലാത്തൊരു വിവരം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഈ ഇൽമ് ഉപ്പാ നിങ്ങളെ കയ്യിലില്ല, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഫത്തബിഉനി അഹ്ദിക സിറാത്തൻ സവിയ്യാ, ഉപ്പാ എന്നെ നിങ്ങൾ പിൻപറ്റണം, ഞാൻ പറയണമെന്ന് കേൾക്കുപ്പ, ഞാൻ പറയണമെന്ന് മനസ്സിലാക്കേണ്ട ഉപ്പ, എങ്കിൽ നിങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് എത്തിച്ചേരാം. കഴിഞ്ഞില്ല, വീണ്ടും ഉപ്പാനോട് യാ അബതി ലാ തഅബുദിശ് ശൈത്താൻ ഇന്നശ് ശൈത്താന കാന ലിർറഹ്മാനി അസിയാ. ഉപ്പ നിങ്ങൾ പ്രവർത്തിക്കുന്നത് പിശാചിന്റെ ചൊൽപ്പടിക്കാണ്. ഈ വിഗ്രഹാരാധനയും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഈ സമ്പ്രദായങ്ങളൊക്കെ പിശാചിന്റെ പണിയാണ്. ആ പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്, ആ പിശാചിന്റെ ചൊൽപ്പടിക്ക് നിങ്ങൾ പോയി പോകരുത്. കാരണം പരമകാരുണികനായ രക്ഷിതാവിനോട് ഈ പിശാച് അനുസരണക്കേട് കാണിച്ചവനാണ്, എതിര് പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് ഉപ്പാ നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ പിന്നാലെ പോകരുത്. പിന്നെ എനിക്കുപ്പാനോട് വല്ലാത്ത സ്നേഹമാണ്, എനിക്കുപ്പാനോട് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ ഉപ്പ നരകത്തിൽ പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് إني أخاف أن يمسك عذاب من الرحمن. ഉപ്പാ ഞാൻ പേടിക്കുകയാണ്, ഉപ്പാ ഞാൻ ഭയപ്പെടുകയാണ്. പരമകാരുണികനായ അല്ലാഹുവിൽ നിന്നൊരു ശിക്ഷ ഉപ്പയെ ബാധിച്ചേക്കുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. തതകൂന ലിശൈത്താനി വലിയാ. അങ്ങനെ വരുമ്പോൾ പിശാചിനെ രക്ഷാധികാരിയായി സ്വീകരിക്കുന്നവനായി പോകും ഉപ്പാ നിങ്ങള്. അതുകൊണ്ട് ഈ പുന്നാര മോന് വല്ലാത്ത പേടിയുണ്ട്. എന്റെ പുന്നാര ഉപ്പാ ഇതിനെല്ലാം ഒന്ന് വിട്ടിട്ട് മടങ്ങൂ അല്ലാഹുവിലേക്ക്, പ്രപഞ്ചനാഥനായ സൃഷ്ടിച്ച അല്ലാഹുവിലേക്കൊന്ന് മടങ്ങൂ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞു കൊടുത്തതാണ്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത്, ഞാൻ ഇപ്പൊ ഓതിയത് സൂറത്ത് മറിയമിലായത്താണെങ്കിൽ സൂറത്ത് അൻആമിൽ 74-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്, വഇദ ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പിതാവായ ആസറിനോട്, ഇവിടെ ഒരു കാര്യം പഠിക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ശിർക്കിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആസർ ഉപ്പല്ല എളാപ്പാണ് മൂത്താപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാന കസർത്തുകൾ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുകയാണ്, ഇത് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ, തന്റെ പിതാവായ ആസറിനോട് ഇബ്രാഹിം നബി പറഞ്ഞു, അതത്തഖിദു അസ്നാമൻ ആലിഹ. അല്ല ഉപ്പ ബിംബങ്ങളെ വിഗ്രഹങ്ങളെ ആരാധ്യന്മാരാക്കുകയാണോ? ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഉപ്പ നിങ്ങളും നിങ്ങളുടെ സമുദായവും നിങ്ങളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണ് എന്നിതാ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു സുപ്രധാനമായ പാഠമുണ്ട്. ദഅവത്ത് ആരംഭിക്കേണ്ടത് അങ്ങാടിയിൽ നിന്നല്ല, ദഅവത്ത് ആരംഭിക്കേണ്ടത് ഏതെങ്കിലും സ്റ്റേജുകളിൽ നിന്നല്ല, ദഅവത്ത് ആരംഭിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. സ്വന്തം വീട്ടിൽ നിന്നാണ്. അല്ലാഹുവിന്റെ ദീനിനെതിരായി പ്രവർത്തിക്കുന്ന വീട്ടുകാർക്കെതിരെ അവിടെ അവർക്ക് ബോധനം നൽകണം. ചാടിക്കളിക്കണ്ട, ചീത്ത വിളിക്കുകയും ശകാരിക്കുകയും ഒച്ചുണ്ടാക്കുകയും ബഹളമുണ്ടാക്കല്ല. മറിച്ച് സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവരത് സത്യമാണെന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്താണ് അവരുടെ പ്രവർത്തനത്തിന്റെ നിരർത്ഥകത എന്ന്, എന്താണ് അവർക്ക് സംഭവിച്ച അപജയമെന്ന് വളരെ വാത്സല്യത്തോടെ പറഞ്ഞു കൊടുക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പല ഉപ്പമാരും പറയാറുണ്ട്, എന്റെ കുട്ടികളൊന്നും കുട്ടികളൊന്നും ശരിയല്ല, ഓലൊന്നും ഇതിൽ വന്നിട്ടില്ല.
നിങ്ങൾ എപ്പോഴെങ്കിലും ആ കുട്ടീനെ വിളിച്ചിരുത്തി ഈ വിഷയം കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, പല പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, അവിടെ ഇവിടെ ഒക്കെ കേട്ട്. ഞാൻ ഇട്ടാൽ തന്നെ കുട്ടികൾ ഇരിക്കലുമില്ല, കേൾക്കലുമില്ല. അല്ല, പൊന്നുമോനെ അടിച്ചു വിളിച്ചിരുത്തിയിട്ട്, കുടുംബക്കാരെ വീട്ടുകാരെ അടിച്ചു വിളിച്ചിരുത്തിയിട്ട് ചോദിക്കണം, പറയണം, വാത്സല്യത്തോടെ പറഞ്ഞു കൊടുക്കണം. ദഅവത്ത് രംഗത്ത് നമ്മുടെ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ ദഅവത്ത് പഠിപ്പിച്ചു വരുമ്പോ തുടങ്ങിയത് വീട്ടിന്റെ ഉള്ളുന്ന പിതാവിനോട് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കേൾക്കുമ്പോൾ തന്നെ അതൊക്കെ സ്വീകരിച്ച് നീ പറഞ്ഞു തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു വരുമെന്നാരും വിചാരിക്കണ്ട. അവിടെ ഒരു സുപ്രധാനമായ പാഠം കൂടി പഠിക്കണം. അതാ ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പ്രതികരണം എന്താ? ഇത്ര ലളിതമായി, ഇത്ര സ്നേഹത്തോടെ, ഇത്ര വാത്സല്യത്തോടെ, ഇത്ര ആദരവോടെ തന്റെ മകൻ ഉപദേശിച്ച ഉപദേശത്തിന് പിതാവിന്റെ മറുപടി എന്താ? ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ആസർ പറയുകയാണ്, ഹേ ഇബ്രാഹിം, നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്നുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവരാരാധിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളും ആരാധിക്കുന്നു. പക്ഷെ അതൊക്കെ വേണ്ടാന്നാണോ ഇബ്രാഹിം നീ ഇവിടുന്ന് പറയുന്നത്? ലഇല്ലം തന്തഹി ലഅർജുമന്നക വഹ്ജുർനീ മലിയാ. ലഇല്ലം തന്തഹി, എടാ ഇബ്രാഹിം, നീ നിർത്തുന്നില്ലേ? നിന്റെ ഈ പണി അവസാനിപ്പിക്കുന്നില്ലേ? ലഅർജുമന്നക, നിന്നെ ഞാൻ കല്ലെറിയുമെടാ, നിന്നെ കല്ലെറിഞ്ഞോടിക്കും. വഹ്ജുർനീ മലിയാ, കുറച്ചു കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടുമാറിപ്പോ, ഇങ്ങനെ കാണണ്ട. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും പലരും അനുഭവിക്കുന്ന ഈ ആസരീയൻ അഭിപ്രായം, ഈ ആസറിന്റെ പ്രഖ്യാപനമാണ് ഇന്നും പലപ്പോഴും ആദർശം പ്രചരിപ്പിക്കുമ്പോൾ പറയുമ്പോൾ കേൾക്കുന്ന മറുപടികൾ. പക്ഷെ ഇബ്രാഹിം നബി തളർന്നിട്ടില്ല, ഇബ്രാഹിം നബി പിന്നോട്ട് മാറിയില്ല, നിർത്തിവെച്ചില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതിങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് ആഹാ, എന്നാ പിന്നെ ഈ വീട് എനിക്കും അവകാശപ്പെട്ടതല്ലേ, അങ്ങനെ ഞാൻ വിട്ടുതരുമല്ലോ, ഞങ്ങളെ എറിഞ്ഞു നോക്കി ഞാൻ കാണിച്ചുതരാം. അല്ല, അത് ദൈവത്തിന്റെ ഭാഗമല്ല. പിന്നെന്താ പറഞ്ഞു കൊടുക്കുന്നു ഇബ്രാഹിം? ഖാല സലാമുൻ അലൈക്, ഖാല സലാമുൻ അലൈക്. ഉപ്പാ, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം. സലാം, രക്ഷയുടെ വാക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാം. ശരിക്കും ഇബാദുർ റഹ്മാനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. പരമകാരുണികന്റെ ദാസന്മാർ അവിവേകികളായ എന്തെങ്കിലും ഇങ്ങോട്ടടിച്ചാൽ അതേ നാണയത്തെ തിരിച്ചടിക്കണവരല്ല. സലാം, അവിടുന്ന് സമാധാനത്തിന്റെ വാക്ക് പറയുന്നവരാണ് ഇബാദുർ റഹ്മാൻ. ഇബ്രാഹിമി മില്ലത്താണ്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണത്. പ്രിയപ്പെട്ടവരെ, തന്റെ പിതാവ് തന്നെ എറിഞ്ഞോടിക്കുമെന്നും വീട്ടിൽ നിന്ന് പുറത്തു പോടാ എന്ന് പറയുമ്പോ പിതാവിനോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കലല്ല ഒരു ദായി, ഒരു പ്രബോധകൻ, അങ്ങനെയല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനത്തിലൂടെ. എന്നിട്ട് പറഞ്ഞു, ഉപ്പ, അങ്ങക്ക് വേണ്ടി ഞാൻ പടച്ചവനോട് പൊറുക്കലിനെ തേടാം, ഞാൻ റബ്ബിനോട് പൊറുക്കലിനെ തേടാം. ഇബ്രാഹിം നബി സ്വലാം പറഞ്ഞു പോയതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരു പ്രവാചകനും അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾക്കും മുശ്രിക്കുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിക്കുന്നതിന് മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പറഞ്ഞു പോയത് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപ്പയോടുള്ള കരാർ, ഉപ്പയോടുള്ള വാത്സല്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപ്പയോട് എന്താ പറയുന്നത്? ചില ആളുകളൊക്കെ അങ്ങനെ പറയും, വീട്ടിലൊക്കെ പ്രശ്നം, അതുകൊണ്ട് ഞാന് ഇനിയിപ്പോ അതിന് നിൽക്കണില്ല, പിന്നെ ഓല കൂടെ തന്നെ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കും. അല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, വഅഅ്തസിലുകും വമാ തദഊന മിൻ ദൂനില്ലാഹ് വഅദഊ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ. വഅഅ്തസിലുകും, നിങ്ങളെ ഞാൻ ഒഴിവാക്കുകയാണ്.
വമാ തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നതിനെ ഞാൻ വിട്ടേക്കാട്ടോ, ഞാൻ ഒഴിവാക്കുകയാണ്. വഅദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ദുആരക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ, എന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ ഭാഗ്യം കെട്ടവനാകാതിരുന്നേക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം പറയാൻ, നിങ്ങളെ ഇങ്ങനെ അടിക്കും പിടിക്കുമെന്നൊക്കെ പറയണല്ലോ, പക്ഷെ ഞാൻ ഇതിന്ന് വിട്ടുമാറാൻ തയ്യാറില്ലട്ടോ, എനിക്കതിന്റെ നിരർത്ഥകത ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുള്ളൂ കേട്ടോ, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുള്ളൂ. നിങ്ങളെ ആരാധിക്കുന്ന, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനത്തെയും ഞാൻ ആരാധിക്കില്ല ഉപ്പ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിന് മാർഗദർശനം കാണിച്ചു കൊടുത്തത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അബുൽ അംബിയാ, അംബിയാക്കളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന, അല്ലാഹുവിന്റെ ചങ്ങാതി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ പൊന്നുമോന്റെ ആദർശം സ്വീകരിക്കാൻ ഉപ്പക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഉപ്പ സമ്മതിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതെവിടെയാ? മഹാനായ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൽഖാ ഇബ്രാഹിം അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം നബി തന്റെ പിതാവായ ആസറിനെ കണ്ടുമുട്ടും. ആ സമയത്ത് അലാ വജ്ഹിഹി ആസറ ഖതറത്തുൻ വഗബറ, ആസറിന്റെ മുഖം ഇരുണ്ട് പൊടിപടലങ്ങൾ പിടിച്ചതായിരിക്കും. ഫയഖൂലു ലഹു ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം നബി ഉപ്പാനോട് പറയും, അലം അഖുൽ ലക ലാ തൻസിനി, ഉപ്പ ഞാൻ അന്ന് നിങ്ങളെ കാലിലൂടെ പറഞ്ഞില്ലേ, ഉപ്പ എന്നോട് എതിരെ പ്രവർത്തിക്കരുത്, എന്നെ സ്വീകരിക്കണേ, എന്നെ പിൻപറ്റണേ എന്ന് ഞാൻ ഉപ്പ നിങ്ങളോട് പറഞ്ഞല്ലേ, ഉപ്പ നിങ്ങളെ സ്വീകരിച്ചില്ലല്ലോ. ആ സമയത്ത് ഫയഖൂലു അബൂഹു, ആസർ പറയുകയാണ്, ഫൽയൗമ ലാ അസീക്, ഫൽയൗമ ലാ അസീക്, മോനെ ഇബ്രാഹിം, ഇന്ന് ഞാൻ നിന്നെ എതിർക്കില്ലടാ, ഇന്ന് ഞാൻ നിനക്കെതിരെ പ്രവർത്തിക്കില്ലടാ എന്ന് പറയുമ്പോ ഇബ്രാഹിം നബി എന്ന പൊന്നുമോന്റെ മനസ്സെപ്പോഴും വേദനിക്കുന്നു. അല്ലാഹുവിനോട് പറയുന്നു, യാ റബ്ബി ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി അല്ലാ തുഖ്സിനി യൗമ യുബഅഥൂൻ ഫഅയ്യു ഖുസിയിൻ അഖ്സാ മിൻ അബി അല്ലാ ബഅദ്. അല്ലാഹുവേ, നീ എന്നോട് വാഗ്ദത്തം ചെയ്തതല്ലേ, എന്നെ നീ അപമാനിക്കില്ലെന്ന്, നീ എന്നെ അപമാനിക്കില്ലെന്ന്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അപമാനിക്കില്ലെന്ന് നീ എനിക്ക് വാഗ്ദത്തം ചെയ്തല്ലേ. പഠിച്ചോനെ, എനിക്കിതിനേക്കാൾ വലിയ അപമാനം വേറെ ഏതാ ഉള്ളത്? എന്റെ ഉപ്പ വിദൂരതയിൽ നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ദൂരത്ത് മാറ്റപ്പെടുമ്പോ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഈ മകന് എന്തെങ്കിലും അപമാനമായിരിക്കുമല്ല എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഇബ്രാഹിം ഞാൻ അവിശ്വാസികൾക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. പിന്നെ പറയപ്പെടും, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, മാ തഹ്ത റിജ്ലൈക്, നിന്റെ കാലിന്റെ അടിയിൽ എന്താണ്, നിന്റെ കാലിന്റെ ആ ഭാഗത്ത് എന്താ ഉള്ളത്? അപ്പൊ നോക്കുന്ന സമയത്ത് ഫയൻദുർ, ഇബ്രാഹിം നബി തന്റെ കാൽപാദത്തിലേക്ക് നോക്കുമ്പോൾ ഫൈദാ ഹുവ ബിദീഹി മുൽതതിഖിൻ, അപ്പൊ കാണാം ചോര പുരണ്ട ഒരു ഉടുമ്പ്, അതാ കാണുന്ന ഒരു ഉടുമ്പിന്റെ രൂപത്തിൽ ചോര പുരണ്ട ഒരു ഉടുമ്പ്. ആ സമയത്ത് അതിന്റെ കാലിൽ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാർ, ആലോചിക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്ന ആ വാചകത്തിന് അള്ളാഹു കൊടുത്ത മറുപടി അതാണ്. എന്ന് പറഞ്ഞാൽ, ഒരു ചോര പുരണ്ട ഉടുമ്പിനെ കാണുമ്പോഴേക്ക് തന്റെ പിതാവിന്റെ കാര്യം മറന്നു, ഇതെന്താ ഒരു വൃത്തികെട്ട സാധനം എന്ന ചിന്തയിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഇബ്രാഹിം നബിയുടെ പിതാവിന് വരുന്ന അനുഭവം ഇതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ എത്രയൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലും പറഞ്ഞു കൊടുത്താലും ചില ആളുകൾക്കൊന്നും മനസ്സിലാവില്ല, ഓലത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഘട്ടം വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ ദഅവത്തിന്റെ ഏറ്റവും സുപ്രധാനമായ മേഖല ഇബ്രാഹിം നബിയിൽ നിന്ന് പഠിക്കണം. സ്വന്തം കുടുംബത്തോട് കൃത്യമായ ആദർശ പ്രഖ്യാപനം നടത്തുക, അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. ചീത്ത വിളിക്കാനും ശകാരിക്കാനും ബഹളുണ്ടാക്കാനുമല്ല, അതിന്റെ വ്യക്തമായ രൂപത്തിൽ കാഴ്ചപ്പാടോടുകൂടി വിഷയം പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അമ്മിനോട് ഇതേപോലെ തന്നെ കാണാം. തന്റെ അമ്മിനോട് അബൂ താലിബിനോട് എത്ര പറഞ്ഞു നോക്കി. അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അബൂ താലിബിന്റെ അടുത്ത് എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? അബൂ താലിബിനോട് പറയാണ്, എന്റെ എളാപ്പ, എന്റെ പൊന്നളാപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് പറ എളാപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ റബ്ബിനോടൊന്ന് പറയാം,
ഞാൻ റബ്ബിനോട് എനിക്ക് പറയാമല്ലോ നിങ്ങളെ കുറിച്ച്, ഒന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അപ്പോ അപ്പുറത്തിരിപ്പുണ്ട് അബൂജഹലും അബ്ദുല്ലാഹിബിന് അബി ഉമയ്യത്ത് ബിൻ മുഗീറ, ഇവർ രണ്ടാളും ഇരിപ്പുണ്ട്. ചോദിച്ചു, അല്ല അബ്ദുൽ മുത്തലിബിന്റെ മാർഗം ഒഴിവാക്കാൻ പോണ അബൂ താലിബ്? പക്ഷെ അവസാനം അദ്ദേഹം ആ മാർഗം ഉപേക്ഷിച്ച്, അഥവാ അള്ളാഹുവിന്റെ പ്രവാചകൻ അംഗീകരിക്കാതെ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ തന്നെ മരണപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അതാണ് ഒരു പ്രബോധകന്റെ മനസ്സ്. തന്റെ പ്രബോധനം കേൾക്കാതെ ഒരാൾ മരിച്ചാൽ അയാൾ കുറിച്ചോർത്ത് പ്രബോധകന്റെ കണ്ണു നനയും. നബി തങ്ങൾ കരഞ്ഞു, അല്ലാഹു ആശ്വസിപ്പിച്ചു, നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് സന്മാർഗത്തിലാക്കുക എന്ന് പ്രവാചകനെ സമാശ്വസിപ്പിച്ചു കൊടുത്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ആ അബൂ താലിബിനോടുള്ള ഇൽഫത്ത്, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുത്ത ഒരു സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത് അബൂ താലിബാണ് എന്നാണ്. അബൂ താലിബാൻ മരണം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തതിനാൽ ശാശ്വതമായ നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹ്വനു അഹ്ലിൻ നാരി അദാബൻ അബൂ താലിബ്, നരകക്കാരിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന അബൂ താലിബാണ്. വഹുവ മുൻതഇലുൽ ബിനഅലൈനി യഗ്നി മിൻഹുമാ ദിമാഉഹു. ആ അബൂ താലിബിന് കാലിൽ 2 ചെരുപ്പ് കൊടുത്തിട്ടുണ്ട്, അഗ്നിയാലുള്ള ചെരുപ്പ്. ആ ചെരുപ്പിട്ടതിനാൽ അദ്ദേഹത്തിന്റെ തലച്ചോറ് പതച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തോട് ഏറ്റവും ശക്തമായ ദഅവത്ത്, ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ മർഹലത്തുൽ ദഅവയുടെ ഒന്നാമത്തെ മർഹല ഏതാണ്? അൽ മർഹലത്തുൽ ഊലാ റിആയത്തു അഹ്ലിഹി എന്നാണ്. സ്വന്തം കുടുംബത്തെ പരിഗണിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി ദഅവത്ത് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇത് ദുൽഖഅദയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദുൽഹിജ്ജ പ്രവേശിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ചില മേഖലകളെ അനുസ്മരിക്കുന്ന സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരണം പിന്നാലെ വരുന്ന ഖുതുബകൾ നമുക്ക് കേൾക്കാവുന്നതാണ്. ഉദ്ഹിയ്യത്ത് എല്ലാവർക്കും പരിചയമുള്ള, കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ അതിലേക്ക് രംഗത്ത് വരാൻ മടി കാണിക്കുന്നവരുണ്ട്. പല കാരണങ്ങളും ഉണ്ടാകാം. ഞാൻ കാരണങ്ങളൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഗൗരവതരമായി മനസ്സിലാക്കണം. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന, ധാരാളം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. ഒരു വാചകം അങ്ങനെയാണ്. മറ്റൊരു വാചകം, മൻ കാന ലഹു മാലുൻ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. മറ്റൊരു വാചകം, മൻ വജദ സഅതൻ ഫലം യുളഹി ഫലം യദ്ബഹ് ഫലാ യഖറബന്ന മുസല്ലാനാ. മറ്റൊരു റിപ്പോർട്ട്, മൻ ഖദറ അലാ സഅതിൻ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. ഈ വിഷയത്തിൽ വന്ന സുപ്രധാനമായ ചില വചനങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ കാന ലഹു സഅതുൻ, ഒരാൾക്ക് സാമ്പത്തികമായ വിശാലതയുണ്ടെങ്കിൽ, ഫലം യുളഹി, അയാൾ ഉളുഹിയത്ത് നടത്തിയിട്ടില്ലെങ്കിൽ, ഉളുഹിയത്തിന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഫലാ യഖറബന്ന മുസല്ലാന, പെരുന്നാളിന് നമ്മളെ മുസല്ലയിലേക്ക് അവർ വരേണ്ടതില്ല. ഇനി അത് വ്യക്തമായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം, മൻ കാന ലഹു മാലുൻ,
ഒരാൾക്ക് സമ്പത്തുണ്ട്, പൈസ ഉണ്ട്, ഫലം യുളഹി, അയാൾ ഉലുഹിയത്ത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, അയാൾ പെരുന്നാളിൽ ഉടുത്തൊരുങ്ങിയിട്ട് മുസല്ലയിലേക്ക് വരേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ കഴിവുണ്ടായിട്ടും ഉലുഹിയത്ത് അറുക്കാത്തവന് എന്ത് പെരുന്നാൾക്കാരം? അവർക്കെന്ത് ഈദുൽ അദ്ഹ, അവർക്കെന്ത് ഇബ്രാഹിം നബി, അവർക്കെന്ത് ഹജ്ജുൽ അക്ബർ? ഇതൊന്നും അവർക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിക്കേണ്ടതല്ല ഇൻഷാ അല്ലാഹ്. പിന്നെ വലയാലി നാശർ എന്ന വിഷയം വിശദീകരിക്കുമ്പോൾ ഉലുഹിയത്തിന്റെ അദബും മറ്റു കാര്യങ്ങളും ഒക്കെ ദുൽഹിജ്ജയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ, ഇപ്പൊ മാടാണ് നമ്മൾ ഇവിടെ നാട്ടിൽ കൂടുതൽ അറക്കുന്നത്, മാടിനെയാണ്. ആട് ഇറക്കാം, മാടിറക്കാം, ഒട്ടകത്തെ ഇറക്കാം. ആ മാടിൽ 7 ആളുകൾക്ക് വരെ പങ്കാകാന്നാണ്. ഒരു മാടിൽ 7 ആൾക്ക് വരെ പങ്കാകാന്നാണ്. ഇവിടെ ഓഹരി നിശ്ചയിച്ചിട്ടുള്ള ഒരാളുടെ വിഹിതം 5000 ഉറുപ്പികയാണ്. ഒരു 5000 ഉറുപ്പിക ബാക്കി കരുതി വെക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടോ എന്നത് വളരെയധികം സംശയമുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല ഈ വിഷയം. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരോട് വളരെ ഗൗരവതരമായി ഉണർത്തുകയാണ്. കുടുംബത്തിലെ സുപ്രധാനമായ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളുകൾ എല്ലാവരോടും ഞാൻ പറയാണ്, ഇത് നിങ്ങൾ കരുതുന്നില്ലെങ്കിൽ, അഥവാ ഉലുഹിയത്ത് അറുക്കാൻ സമ്പത്തുണ്ടായിട്ട് സാധിക്കണില്ല, കരുതണില്ലെങ്കിൽ അവരിങ്ങോട്ട് വരേണ്ടതില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. ഇത് മാത്രമല്ല, ധാരാളം ഹദീസുകൾ വേറെയുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഗൗരവത്തിൽ ഞാൻ ഉണർത്തുകയാണ്, ഉലുഹിയത്ത് പിന്നെ കഴിവുള്ളവരെല്ലാം അറുക്കാൻ തീരുമാനിക്കണം. ഒരു വിഹിതം, ഒരു പോത്തിനെ അറുക്കാനാണെങ്കിൽ 35,000 ഉറുപ്പികയോ 30,000 ഉറുപ്പികയോ 40,000 ഉറുപ്പികയോ ഒറ്റക്ക് മുടക്കാൻ കഴിയാത്ത ആളുകൾക്ക് 7 ഓഹരി, ഒരു ഓഹരി ചേർന്നിട്ട് ഉലുഹിയത്ത് തീരുമാനിക്കാം. 5000 ഉറുപ്പിക കൊടുത്താൽ മതിയാകും. അപ്പോ 5000 ഉറുപ്പിക കൊടുത്താൽ മതിയാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവതരമായി നിങ്ങൾ കാണുകയും ഉലുഹിയത്തിന് ഇന്ന് തന്നെ തീരുമാനിക്കുകയും അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും വേണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ചെങ്കോട്ടി പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്. എല്ലാവരും പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സദഖയിൽ പങ്കാളികളാവണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين.